വാക്യത്തിന്റെ 1-2 വാക്യം വായിക്കും. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിദിന പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചുമന്നുകൊണ്ട് വന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരുടെ ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തികൾ ദിനപ്രതി എത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടി അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല, വെള്ളിയും പൊന്നും എനിക്കില്ല. പറഞ്ഞെന്നറിയാമോ? വെള്ളിയും പൊന്നും അതൊക്കെ പറഞ്ഞേ. ഞങ്ങൾക്ക് തന്നെ പറയുന്നത് എന്റെ കാര്യം മാസത്തിൽ അറിയത്തില്ല. എന്റെ കാര്യം നമ്മുടെ കൂടെ ഒരുപാട് മാസമായി വരും. പക്ഷെ അവരുടെ എല്ലാ കാര്യവും നമുക്കറിയാമോ? അറിയാമോ? പത്രോസും യോഹന്നാനും കൂടെ ഒരുമിച്ചാണ് പോയതെങ്കിലും പത്രോസ് പറയുന്നതാണെന്ന് അറിയാമോ? സംസാരിക്കാൻ ആദ്യം ഞങ്ങളെ നോക്കൂ. എന്നെ നോക്കുന്നതാണ് പറഞ്ഞത്. ഞങ്ങളെ നോക്കൂ. സ്തോത്രം. പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് അവൻ പറയുമ്പോൾ അവൻ വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? യോഹന്നാൻ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. നല്ല സ്വന്തം പറഞ്ഞു. നമുക്കറിയാത്ത കാര്യം എനിക്ക് അലക്ഷ്യത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞുണ്ടാക്കില്ല. ഞാനെന്താണ് അറിയുന്നത്, ആഗ്രഹിക്കുന്നത്? ഇല്ലാത്തൊക്കെ ഉണ്ടാക്കി പറയുന്നില്ല. എന്റെ കാര്യം പറഞ്ഞ പോലെ വെള്ളിയും പോലെ അവർ വിശ്വാസികളുടെ ആഭരണങ്ങളൊക്കെ വെച്ച് പണയം വയ്ക്കുന്ന മാസ്റ്റർമാരുണ്ട്. ആരും പെടുന്നില്ല. സ്തോത്രം. അവൻ അങ്ങനെ ആ ചോദിച്ച എത്രയോ മാസ്റ്റർമാർ എനിക്കറിയാം. അവർ പറയുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമെന്ന് പഴയ പറ്റൂടെ മാസ്റ്ററെ? അവര് മറുപടി ഇവിടെ ദൈവവചനത്തിനകത്തുണ്ട്. സ്തോത്രം. പ്രവാചകന്റെ പുസ്തകം വായിച്ചാൽ മതി. ദൈവം നിനക്കതിനുള്ള മറുപടി അവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അകത്ത് ഹേതുവാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ദമ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. നമ്മളിരിക്കുന്ന നമ്മുടെ വശപ്പടങ്ങും നമ്മുടെ ദാഹമടങ്ങും നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാവുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ സർവശക്തനായ ദൈവം പറയുന്നത് അത് അകത്ത് ഹേതുവാണ്. ദൈവത്തിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. വെള്ളിയും പൊന്നും എനിക്കില്ലാതുന്ന കാര്യം അവൻ പറയുവാനായി അവൻ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത് നോക്കാം. 1 തിമോഥെയോസ് 2:9 വായിച്ചാണ്. 9 തിമോഥെയോസ് 2:9 സ്ത്രീകളും യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കണം കേട്ടോ. യോഗ്യമായിട്ട് വസ്ത്രം പിടി കിട്ടിയില്ല. അത് നിങ്ങളൊരു കാര്യമാണ്, ഗൂഗിൾ കയറി നിങ്ങൾ സെർച്ച് ചെയ്താൽ എല്ലാവർക്കും ഇപ്പൊ മൊബൈൽ ഉണ്ടല്ലോ ഇങ്ങനെ നോട്ടുന്നത് അല്ലേ? സ്തോത്രം. ഉണ്ട് കേട്ടോ. ഞാൻ അതിനെ ചില കാര്യങ്ങളൊക്കെ നോക്കും. എന്തോ പറഞ്ഞിരിക്കുന്നത് ഞാൻ രാവിലെ ഒരു സംഭവം നമ്മുടെ ഈ സുരൻ പ്രവർത്തനം കാണിച്ചു മുടി പിന്നെ തന്നെയാണ് അവര് ഫോട്ടോ ഇട്ടു. സ്തോത്രം. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഗൂഗിളിൽ കയറി നോക്കുന്നതാണ്. പഠിക്കാൻ വേണ്ടിയാണ്. പഠിക്കണം. ദൈവം പഠിക്കണം. അതിലേക്ക് നമ്മൾ എന്തെങ്കിലും കുലപ്പിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും കുലപ്പിന്റെ കാര്യമില്ല. പറയുമ്പോൾ അത് പുറപ്പിച്ച് തന്നെ പറയണം. സ്തോത്രം. ഉറക്കട്ടാത്തിൽ എഴുതിട്ട് എന്തെങ്കിലും കുലക്കുന്നവരെ പുലമ്പരുത്. സ്തോത്രം. പറയുമ്പോൾ കൺഫേമായിട്ട് പറയണം. ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിങ്ങനെയാണ്. കൺഫേമിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ മാസമാരും തണിക്കത്തില്ല. IPCയിലെ ഏരിയയിലെ ശാഖകളുള്ള ഏത് GPMന്റെ മാസമാരായത് ചാടിക്കത്തില്ല. അപ്പാവിന്റെ ഒരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ സ്വരം ഇപ്പൊ വായിച്ചേ. യോഗ്യമായ വസ്ത്രം ധരിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം അറിയ അവിടെ പറഞ്ഞോട് ലജ്ജാശീലത്തോടും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? നമ്മുടെ നാടിടങ്ങളെല്ലാം നമ്മൾ മറയ്ക്കണമായിട്ടാണ്.